ഈ ജില്ലയെ നിങ്ങൾ അടർത്തി മാറ്റിയത് എന്തിന്? കേരളത്തിലെ മുഖ്യമന്ത്രി പറയേണ്ട ഇത്രയേ ഉള്ളൂ, ആ പോയ ആളിൻ്റെ പേരാണ് ആര്യാടൻ ഷൗക്കത്ത്. അതാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. BRM ഷഫീർ നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങ് അനന്തപുരിയിൽ നിന്ന് തന്നെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ആ ഒരു കോൺഗ്രസിൻ്റെ ശബ്ദമായി മാറിയിരിക്കുന്ന ഒരു യുവനേതാവ്, കോൺഗ്രസിൻ്റെ അമരത്തേക്ക് കടന്നു വരുന്ന ഒരു നേതാവ്. ആ നേതാവ് കുറേ ദിവസങ്ങളായി ഇപ്പോൾ നിലമ്പൂരിൽ തമ്പടിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ അത്ര അനന്തപുരിയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ആദ്യം ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊതുയോഗം നടക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പറയേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് 14 ജില്ലകളിൽ ഒരു ജില്ല, അതും ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദപരമായി ജാതിമത ഭേദമില്ലാതെ ഒരുമിച്ച് സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു ജില്ലയിൽ എന്തുകൊണ്ടാണ് ഈ ജില്ല ഒന്നാകെ സ്വർണ്ണക്കടത്താണ്? ഈ ജില്ലയിലാണ് കള്ളപ്പണം. സ്വർണ്ണക്കടത്തും കള്ളപ്പണത്തിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കാനുള്ള തീവ്രവാദികൾക്ക് വളം കൊടുക്കുന്ന ജില്ലയാണ് ഈ ജില്ല എന്ന് എന്തിന് പിണറായി വിജയൻ പറഞ്ഞു? ആരെ സുഖിപ്പിക്കാൻ? മലപ്പുറം പരാമർശം വലിയ രീതിയിൽ ബാധിക്കും തന്നെയാണോ? അത് ആരെ സുഖിപ്പിക്കാനാണെന്ന് ആലോചിക്കണം. തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയത് ഏറ്റില്ല എന്ന് കണ്ടപ്പോൾ റിലയൻസിൻ്റെ ഒരു ജീവനക്കാരനെയും രാജീവ് ചന്ദ്രശേഖരൻ്റെ PR ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരിയെയും വിളിച്ചുകൊണ്ടുപോയി വളരെ ക്രിയേറ്റീവായി PR ഏജൻസികൾ, അത് ഏത് PR ഏജൻസി എന്നറിയോ? കെയ്സൺ. RSSന് വേണ്ടി, മഹാരാഷ്ട്രയിലെ ഫട്നവിസിന് വേണ്ടി, യോഗി ആദിത്യനാഥിന് വേണ്ടി, അവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ ഏജൻസിയായ PR ഏജൻസിയായ കെയ്സനെ കൂട്ടുപിടിച്ച് തിരുവനന്തപുരത്ത് നടത്താത്ത പത്രസമ്മേളനം ഡൽഹിയിൽ നടത്തിയതിൻ്റെ പുറകിൽ RSS കാണാനാണ്, RSS കേൾക്കാനാണ്, അവരുടെ ഭാഷയിൽ അത് കാര്യങ്ങൾ തിരിച്ചറിയാനാണ്. ഇത് RSSും CPMും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട കാര്യം അതാണ്. നിങ്ങൾ എന്തിന് ഈ ജില്ലയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു? എന്തിന് ഈ ജില്ല സ്വർണ്ണക്കടത്തുകാരുടെ ജില്ല എന്ന് പറഞ്ഞു? ഈ ജില്ലയെ നിങ്ങൾ അടർത്തി മാറ്റിയത് എന്തിന്? സത്യത്തിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ അവർ പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിനപ്പുറത്ത് മറ്റു ചർച്ചയാകുന്ന മറ്റു വിഷയങ്ങൾ ഏതാണ്? നിലമ്പൂരിൽ ഒരു കാര്യം, ഇവിടെ ഈ കരുളായിക്കപ്പുറത്തുള്ള വനമേഖലയിൽ ചോലനായ്ക്കരായിട്ടുള്ള ആദിവാസികൾ, അവർ വീടില്ലാത്തവരാണ്. ഇവിടെ പ്രളയം വന്നു, മഴക്കാലത്ത് വന്നു, പ്രളയം വന്നു, മണ്ണിടിച്ചിൽ വന്നു, സകലതം വന്നു. ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയുള്ളൂ, ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയും കുറ്റപ്പെടുത്തില്ല. പക്ഷേ കൊടും പ്രളയമുണ്ടായപ്പോൾ ചങ്ങാടത്തിൽ അവർക്ക് ഭക്ഷണവും, അവർക്ക് വസ്ത്രവും, അവർക്ക് മരുന്നും, അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങളുമായി ഈ മഴയത്ത് പ്രവർത്തകരെ കൂട്ടി കരുളായിലെയും അതുപോലെ തന്നെ മലയോര മേഖലയിലെയും ചോലനായ്ക്കർ ഉൾപ്പെടെയുള്ള ആദിവാസി പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ ഒരാളെ പോയിട്ടുള്ളൂ. ആ പോയ ആളിൻ്റെ പേരാണ് ആര്യാടൻ ഷൗക്കത്ത്. അതാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. UDFിൽ പല അഭിപ്രായങ്ങളും ആര്യാടൻ ഷൗക്കത്തിന് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുമെന്നാണോ, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു കാര്യങ്ങൾ ചർച്ചയാകില്ലേ? കേരളത്തിൽ ഞങ്ങൾ വിലക്കയറ്റം മുതൽ കേരളത്തിലെ സാധാരണക്കാരുടെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ, ഇവിടെ ഒരുപാട് നിർമ്മാണ തൊഴിലാളികളുണ്ട്, 13 മാസക്കാലമായിട്ട് കുടിശ്ശികയാണ്. ഈ വനമേഖലയിൽ നിന്ന് കാട്ടുവള്ളികളും കാട്ടുകിഴങ്ങുകളും ഈറ്റയും ശേഖരിച്ച് വരുന്ന പാവങ്ങളുടെ പെൻഷനുണ്ട്, 45 കോടി രൂപ കുടിശ്ശികയാണ്. തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയാണ്, സ്കോളർഷിപ്പുകൾ കുടിശ്ശികയാണ്. ആദിവാസി SC വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡും സ്കോളർഷിപ്പും അവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ചരിത്രത്തിലാദ്യമായി കുടിശ്ശികയായത് ഈ ഗവൺമെൻറ് കാലത്താണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രതിമുട്ടുകയാണ്. കേവലം ഒരു 230 രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പഞ്ചപാവകൾ 105 ദിവസക്കാലം തിരുവനന്തപുരത്ത് സമരം നടത്തി. അവരിപ്പോൾ നിലമ്പൂർ വന്നിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് അഭിവാദ്യം അർപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, ആശാ വർക്കർമാരെ ഒന്ന് അത്യാവശ്യം ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് അവരോടൊന്ന് കൺസീലിറ്റ് ചെയ്താൽ എന്തായിപ്പോ? ഉരുകിപ്പോ പിണറായി വിജയൻ്റെ സിംഹാസനം ഉരുകിപ്പോ? 230 രൂപയ്ക്ക് പിണറായി വിജയൻ്റെ മകൾക്കോ ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായും. അപ്പോൾ ആ പഞ്ചപാവങ്ങളുടെ വികാരം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണ്ടേ? തീർച്ചയായും വ്യക്തമാണ്. നിലമ്പൂരിൻ്റെ ഒരു പൾസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ നിലമ്പൂര് ചിത്രം വ്യക്തമാവുന്നു, മുഖം തെളിഞ്ഞു വരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ നേതാക്കളും ആ ഒരു മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ഒരു വലിയ രീതിയിലൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഉണ്ടാക്കപ്പെടും. 140 മണ്ഡലങ്ങളിലേക്ക് വരികയാണ്. കഴിഞ്ഞ 1.5 വർഷമായി അതിശക്തമായി ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷം നടത്തുന്നതിൻ്റെ ഇപ്പോൾ മറ്റൊരാൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈനൽ മത്സരമായി ഇതിനെ കൺസിഡർ ചെയ്യുകയാണ് UDF മുന്നണി ഒന്നാകെ. 140 മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ കേരളത്തിൽ മുഴുവൻ ആ മെഷീനറി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ മാത്രം, ഈ ഭരണത്തെ, മൂന്നാം തുടർ ഭരണത്തെ അവസാനിപ്പിക്കാൻ മാത്രം ശക്തമാണെന്ന് താങ്കൾ എന്തുമാത്രം കരുതുന്നു? ഒന്ന്, ഞാൻ നിലമ്പൂരിലെ കാര്യം തന്നെ പറയാം. നിലമ്പൂർ മണ്ഡലം
ഞങ്ങൾ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിൽ അടിത്തറ സുസജ്ജമായ മണ്ഡലമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി മെഷറി ഇതുപോലെ കാതലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് നിലമ്പൂർ. ഈ 140 മണ്ഡലങ്ങളിൽ 100 സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ സ്ട്രാറ്റജി, അത് സംഘടനാപരമായ സ്ട്രാറ്റജി, അത് സാമൂഹ്യ ഘടകങ്ങളെ രൂപപ്പെടുത്തുന്ന സ്ട്രാറ്റജി, ഘടകകക്ഷികളെ കൂടുതൽ ഉൾപ്പെടുത്തുന്ന സ്ട്രാറ്റജി, സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ വളരെ ഹൈലി ആയിട്ടുള്ള അത് റൈസ് ചെയ്യുന്ന സ്ട്രാറ്റജി, ഈ നിരവധി ചെറുപ്പക്കാരും യുവാക്കളും വിദ്യാഭ്യാസപരമായിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ കേരളത്തിൽ തന്നെ പഠിപ്പിച്ച് ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവിയെ കണ്ടുകൊണ്ടുള്ള ഞങ്ങളുടെ വിഷറികൾ ഉൾപ്പെടെ ഞങ്ങൾ കേരളത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇത് വെറുതെ ഒരു ഇലക്ട്രൽ സ്റ്റണ്ടായിട്ട് പറയല്ല. 100 സീറ്റുമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിനുള്ള എല്ലാ സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള വർക്കുകളും AICC, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഏറ്റവും അടിത്തട്ടിലെ ബൂത്ത് പ്രസിഡന്റുമാർ വരെയുള്ളവർ ഒരു കുടക്കീഴിൽ ഒറ്റക്കെട്ടായി നേരിടുകയാണ്. ഞങ്ങൾ കോൺഗ്രസ്, ഐക്യജനാധിപത്യ മുന്നണി, UDF കേരളം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു സാമ്പിൾ വെടിക്കെട്ടായി എടുത്താൽ UDF നയം വ്യക്തമാക്കി കഴിഞ്ഞു, കൃത്യമായി കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സമീപകാലങ്ങളിൽ ഒരു പ്രശ്നം വന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാണ്. വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്നവർ, യുവാക്കൾ, ഈ നാട്ടിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDF ഒരു പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നിലമ്പൂരിൻ്റെ ആദ്യ ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ലീഗിൻ്റെ ഒരു ചെറിയൊരു അസ്വാരസ്യം വളരെ പെട്ടെന്ന് അത് പരിഹരിക്കപ്പെട്ടെങ്കിലും ഒരു വലിയ പ്രശ്നം 140 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മണ്ഡലങ്ങൾ തോറും വന്നാൽ മിഷനറി ഒന്ന് ബാക്ക്വേർഡായി പോകുമോ? സാധ്യതയുണ്ടോ? കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനെ പോലെ തന്നെ സംഘടനാ മിഷനറിയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവർ ഷിഹാബ് തങ്ങൾ മുതൽ ഏറ്റവും അടിത്തട്ടിലെ അവരുടെ മുഴുവൻ സംഘടനാ മിഷണറിയും കോൺഗ്രസിനെ പോലെ, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരേക്കാൾ കേരളം തിരിച്ചുപിടിക്കേണ്ട ആവശ്യകത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗും അതിൻ്റെ ഘടകകക്ഷികളും അതിൻ്റെ സംഘാടകരും അതിൻ്റെ മുഴുവൻ നേതാക്കളും എല്ലാ തങ്ങന്മാരും ഇപ്പോൾ ഹജ്ജിന് പോയിട്ടുള്ള വലിയ തങ്ങൾ ഉൾപ്പെടെയുള്ള തങ്ങന്മാർ ഉൾപ്പെടെ പ്രചരണ രംഗത്തേക്ക് കടന്നു വരികയാണ്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഘടകകക്ഷികളുടെ ഒരു പ്രയാസം കൊണ്ട് UDF ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇവിടെ പിന്നെ മറ്റു ചില വിഷയങ്ങൾ ഉയർത്തി കാണിച്ചു. നമ്മൾ ഒരു ഘടകകക്ഷിയാണ്, നമ്മുടെ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിലൊരാണ്. ഒരു പാർട്ടിയോട് കൺസിലിയേറ്റ് ചെയ്യാവുന്ന വിധത്തിൽ സമീപിച്ചോ, ഒരു പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദ കാണിച്ചോ, ഒരു മുന്നണിയിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മിതത്വം പാലിച്ചോ എന്ന ചോദ്യങ്ങൾക്കൂടെ ഉത്തരം പറയേണ്ടതില്ലേ? ആ ചോദ്യങ്ങൾ കൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂർ ചർച്ച ചെയ്യും. വളരെയധികം ഒരു വലിയ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പുകളിൽ. ഓരോ ഉപതെരഞ്ഞെടുപ്പ് കഴിയും തോറും UDF ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ഒരു കേഡർ പാർട്ടി എന്ന് ഉറക്കെ പറയാവുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. നമ്മോടൊപ്പം ചേർന്നത് BRM ഷംസീർ. വളരെ സന്തോഷം.